ഇന്ത്യയിലെ സിസ്റ്റം ശരിയല്ല എന്ന് പറയുന്ന പുതിയ തലമുറയോടാണ്. 80കളിലും 90കളിലും ജനിച്ച് രാജ്യത്തിന്റെ മാറ്റങ്ങൾ കൃത്യമായി കണ്ടറിഞ്ഞ ഒരു തലമുറയ്ക്ക് ചിലത് പറയാനുണ്ട്. നമ്മൾ ഇന്ത്യയെ 2014 മുൻപും അതിനുശേഷവും എന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഒരു കാലമുണ്ടായിരുന്നു, വെറും 90 MB ഇന്റർനെറ്റിന് 30 രൂപ കൊടുക്കേണ്ടി വന്ന കാലം, സ്പെക്ട്രം അഴിമതികളുടെ കാലം. എന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ന് നമ്മൾ കാണുന്ന വ്ളോഗർമാരും ഇൻസ്റ്റഗ്രാം റീലുകളും അതിലൂടെയുള്ള വരുമാനവും ഒക്കെ തന്നെയും സാധാരണക്കാരന് സാധ്യമായത് ഈ ഡിജിറ്റൽ വിപ്ലവം കൊണ്ടാണ്. അന്ന് പുഴുത്തു ചീഞ്ഞ റേഷനരിയും തകർന്നടിഞ്ഞ റെയിൽവേ ട്രാക്കുകളുമായിരുന്നു നമ്മുടെ അവസ്ഥ. അന്ന് ജൻ ഔഷധികളോ കിസാൻ സമ്മാൻ നിധിയോ നല്ല ഹൈവേകളോ ഇല്ലായിരുന്നു. കാശ്മീർ അശാന്തമായിരുന്നു. ആക്രമണങ്ങൾക്ക് പ്രത്യാക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല. സിവിലിയൻസിന്റെ ജീവന് വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. അത് മുംബൈ ആക്രമണത്തിൽ നമ്മൾ കണ്ടതുമാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യം മാറിയത് നിങ്ങൾ കാണേണ്ടതാണ്. എയിംസുകൾ 7 നിന്ന് 22 ഉയർന്നു. മെഡിക്കൽ കോളേജുകളും സർവകലാശാലകളും വിമാനത്താവളങ്ങളും ഇരട്ടിയായി. ദേശീയപാതകൾ 90,000 കിലോമീറ്ററിൽ നിന്നും 1-2 ലക്ഷത്തോടടുക്കുന്നു. അതിർത്തിയിലെ സുരക്ഷ ഇന്ന് ശക്തമാണ്. ആക്രമണങ്ങൾക്ക് കൃത്യമായ പ്രത്യാക്രമണം നൽകുന്ന ഇന്ത്യയാണ് നിലവിലുള്ളത്. ഭീകരവാദത്തിനെതിരെ അതിർത്തി കടന്ന് തിരിച്ചടിച്ച സൈന്യത്തിന്റെ കരുത്ത് ലോകം മുഴുവൻ കണ്ടതാണ്. ഇതുകൂടാതെ സാധാരണക്കാരന്റെ ജീവിതം മാറ്റിയത് മറ്റു ചില വിപ്ലവങ്ങൾ കൂടിയാണ്. UPI വന്നതോടെ പണമിടപാടുകൾ സെക്കൻഡുകൾക്കുള്ളിലായി. ഡിജിറ്റൽ ഇന്ത്യയിലൂടെ സർക്കാർ സേവനങ്ങൾ വിരൽത്തുമ്പിലെത്തി. കോടിക്കണക്കിന് വീടുകളിൽ വൈദ്യുതിയും ശുചിമുറികളിലും എത്തിച്ചു. PM ആവാസ് യോജനയിലൂടെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് ലഭിച്ചു. വന്ദേ ഭാരത് ട്രെയിനുകളും പുതിയ എക്സ്പ്രസ് വേകളും നമ്മളുടെ യാത്രാവേഗം കൂട്ടി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കൊണ്ട് 13 കോടിയോളം ജനങ്ങളാണ് ഇന്ത്യയിൽ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിയത്. സ്വകാര്യ മേഖലകളിൽ നിരവധി തൊഴിലവസരങ്ങളുണ്ടായി. വിദേശ നിക്ഷേപത്തിൽ രാജ്യം റെക്കോർഡിട്ടു. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്വാധീനവും ശക്തിയും ഇന്ന് ലോകം അംഗീകരിക്കുന്നു. വിമർശനങ്ങളുണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം. പക്ഷേ കഴിഞ്ഞ കാലത്തെയും ഇന്നത്തെയും ഇന്ത്യയെ ഒന്ന് താരതമ്യം ചെയ്താൽ ഈ മാറ്റങ്ങൾ നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. രാജ്യത്തെ സ്നേഹിക്കുക എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കുക എന്നല്ല. രാജ്യത്തിന്റെ വളർച്ച തിരിച്ചറിയുകയും നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുകയും കുറവുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ജനാധിപത്യ ബോധം. കാരണം ശക്തമായ ഒരു ഇന്ത്യ എന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം വിജയമല്ല. അത് നമ്മൾ ഓരോ ഇന്ത്യൻ പൗരന്റെയും അഭിമാനം തന്നെയാണ്.